ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. കാളിദാസൻ, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്? ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടല്ലോ. ഗുഡ് ഈവനിംഗ് ക്രിസ്റ്റീന, അമൽ. എന്തായാലും മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ആ ദൗത്യം കഴിഞ്ഞ 5 ദിവസമായി തുടരുകയാണ്. ഇന്നിപ്പോൾ 6ാം ദിനമാണ്. 6ാം ദിനമായി എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു തവണ മയക്കുവെടി വെച്ചെങ്കിലും അത് കൊണ്ടില്ല. പിന്നീട് കാട് കയറുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെ നീങ്ങി. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം 3ാം ദിനത്തിൽ ഈ മുട്ടിക്കൊമ്പൻ ഈ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ നീങ്ങിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 5 മണിയോടുകൂടി വള്ളുവാടി ജനവാസ മേഖലയ്ക്ക് അടുത്ത വനമേഖലയിൽ ഈ മുട്ടിക്കൊമ്പനെ സ്പോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ 3 സംഘങ്ങളായി തിരിഞ്ഞ് ഈ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്ത് വളയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഏറെ മണിക്കൂറുകൾ നീണ്ട ഒരു പ്രയത്നമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വൈകും മുമ്പേ, അതായത് ഇരുട്ട് വീഴും മുമ്പേ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കി ഈ മുട്ടിക്കൊമ്പനെ പിടികൂടി മുത്തങ്ങയിലേക്ക് എത്തിക്കാനാണ് ദൗത്യസംഘത്തിൽ നീക്കം. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുട്ടിക്കൊമ്പനൊപ്പം മറ്റൊരു ആനയും കൂടിയുണ്ട്. അപ്പോൾ ഈ ആനയെ മാറ്റി ഈ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് ഏറെ ശ്രമകരമായ ദൗത്യം. ഇതോടൊപ്പം ഈ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കാനായി ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ആന ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. എന്നാൽ ജനവാസ മേഖലയ്ക്ക് അത് പ്രവേശിച്ചില്ല. ഇപ്പോൾ ആ ജനവാസ മേഖലയ്ക്കടുത്ത വനമേഖലയിൽ ഈ മുട്ടിക്കൊമ്പനും ആനയും തന്നെ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഈ കാണുന്നതെല്ലാം ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടി ഉള്ളിലേക്കാണ് ആനയെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. മയക്കുവെടി ഉടൻ തന്നെ വെക്കുമെന്നുള്ള സൂചനകളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. വലിയ വൈകാതെ തന്നെ മയക്കുവെടി വെച്ച് പിന്നീട് ഈ ആനയെ കുങ്കി ആനകളെ കൊണ്ട് നീക്കി ലോറിക്കകത്തേക്ക് കയറ്റി, അതായത് അതിന് മുമ്പ് തന്നെ വഴി വെട്ടി, JCB കൊണ്ട് ആ വഴി വെട്ടി ശേഷം ആ വഴിയിൽ കൂടി ഈ ലോറി അടക്കം കയറ്റി, ഈ ലോറിയിലേക്ക് ആനയെ കുങ്കി ആനകളെ കൊണ്ട് കയറ്റി കയറും വടവും എല്ലാം ഉപയോഗിച്ച് കുങ്കി ആനകളെ ഉപയോഗിച്ച് ഈ ലോറിക്കകത്തേക്ക് കയറ്റി ഇവിടുന്ന് മുത്തങ്ങയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ആ ദൗത്യം ഇനി അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ എത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, അമൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.